Hello children, welcome to Kids Area Online. Annual exam preparation നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കേരള പാഠാവലിയുടെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു അല്ലേ? അത് എത്ര പേർ കണ്ടായിരുന്നു? പഠിച്ചായിരുന്നോ? ഓക്കെ, എക്സാം പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുവാണ്. റെഡിയാണല്ലോ? റെഡിയാണ്. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ടാണ്, സൂമിലാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഏപ്രിൽ മെയിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കോഴ്സസും കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് വരെയുണ്ട്. ഹിന്ദി ലെറ്റേഴ്സ് മുതൽ ഹിന്ദി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന കോഴ്സ് വരെയുണ്ട്. മാത്തമെറ്റിക്സ് ബേസിക്സ് ഉണ്ട്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്കായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുകയാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. അടുത്ത വർഷം മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, എല്ലാവരും കേട്ടുവല്ലോ? എല്ലാവരും വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക, നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്. അടുത്ത ചോദ്യം, കഥാപാത്ര നിരൂപണം. ഏത് കഥാപാത്രം എന്ന് നോക്കാം. അറബിക്കഥയിലെ കാസിമിനെ പരിചയപ്പെട്ടുവല്ലോ. അറബിക്കഥയിലെ കാസിമിനെ നിങ്ങൾ പഠിച്ചുവല്ലോ, പരിചയപ്പെട്ടുവല്ലോ. തൻ്റെ ചെരുപ്പുകൾ കൊണ്ട് വലഞ്ഞ കാസിമിൻ്റെ കഥയാണത്. കാസിം കടന്നുപോയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർമ്മയുണ്ടാവുമല്ലോ. അവയുടെ അടിസ്ഥാനത്തിൽ കാസിം എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ കാസിം കടന്നുപോയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർമ്മിച്ചുകൊണ്ട് കാസിമിൻ്റെ ചെരുപ്പ് കൊണ്ട് വലഞ്ഞ ആ ഒരു കഥയും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് കാസിം എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? നമ്മൾ കാസിം ആരാണെന്ന് പറയുക, കാസിമിനെ കുറിച്ച് വിവരിച്ചെഴുതുക. ഓക്കെ, കാസിമിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ആദ്യം കാസിം ആരാണ്, കാസിമിൻ്റെ സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകതകൾ. അവസാനം നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യണം, അവസാനിപ്പിക്കണം. നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കാൻ കഴിയുന്ന സമ്പന്നനാണ് അറബിക്കഥയിലെ കാസിം. അപ്പോൾ അറബിക്കഥയിലെ കാസിം എങ്ങനെയുള്ള മനുഷ്യനാണ്? എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കാൻ കഴിയുന്ന സമ്പന്നൻ. എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സമ്പന്നനാണ് അറബിക്കഥയിലെ കാസിം. രൂപത്തിലും ഭാവത്തിലും അയാൾ പിച്ചക്കാരനെ പോലെയാണ്. എന്നാൽ രൂപത്തിലും ഭാവത്തിലും അയാളെ കാണാനും അയാളുടെ എന്താണ് അയാളുടെ ഭാവം എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം എങ്ങനെയാണ്? പിച്ചക്കാരനെ പോലെയാണ്. 100 കണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത പഴക്കമേറിയതാണ് അയാളുടെ കോട്ട്. അയാളുടെ കോട്ട് എന്ന് പറഞ്ഞാലോ 100 കണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത് പഴക്കമേറിയ ഒരു തുന്നിച്ചേർത്തുണ്ടാക്കിയ പഴക്കമേറിയ ഒരു കോട്ടാണ് ഈ കാസിമിൻ്റേത്. നിറം കെട്ട് മുഷിഞ്ഞതാണ് തൊപ്പി. നിറമൊക്കെ പോയി മുഷിഞ്ഞിരിക്കുന്നതാണ് തൊപ്പി. കുളിക്കാത്തതിനാൽ അഴുക്ക് നിറഞ്ഞ ശരീരവും ആണികൾ തറച്ച് തുന്നിപ്പിടിപ്പിച്ച ചെരുപ്പുകളുമായാണ് കാസിം നടക്കുന്നത്. ചെരുപ്പൊക്കെ തുന്നിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആണികൾ തറച്ച് തുന്നിപ്പിടിപ്പിച്ചാണ് ഈ ചെരുപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കാസിം നടക്കുന്നത്. പക്ഷേ കാസിം അങ്ങനെയുള്ള മനുഷ്യനാണോ? അങ്ങനെ നടക്കേണ്ട മനുഷ്യനാണോ? അല്ല. എല്ലാ സൗഭാഗ്യങ്ങളുടെയും ജീവിക്കാൻ കഴിയുന്ന സമ്പന്നനാണ് അറബിക്കഥയിലെ കാസിം. രൂപത്തിലും ഭാവത്തിലും അയാൾ പിച്ചക്കാരനെ പോലെയാണ്.
നൂറുകണക്കിന് തുണിക്കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത പഴക്കമേറിയതാണ് അയാളുടെ കോട്ട്. ഒന്നാമത്തെ അയാളുടെ പ്രത്യേകത. രണ്ടാമത് എന്താണ്? നിറം കെട്ട് മുഷിഞ്ഞതാണ് തൊപ്പി. അടുത്തോ, കുളിക്കാത്തതിനാൽ അഴുക്ക് നിറഞ്ഞ ശരീരവും ആണികൾ തറച്ച് തുന്നിപ്പിടിപ്പിച്ച ചെരുപ്പുകളുമായാണ് കാസിം നടക്കുന്നത്. അത്യാഗ്രഹിയും പിശുക്കനുമായ അയാൾ ആരെയും സഹായിക്കുന്നവനുമല്ല. അയാൾ അത്യാഗ്രഹിയാണ്. അയാൾ ആരാണ്? അത്യാഗ്രഹി. എന്നിട്ടോ പിശുക്കനാണ്. ആർക്കും ഒന്നും കൊടുക്കുകയുമില്ല, ഉള്ളതിൽ എന്ത് ചെയ്യും? പിശുക്ക് കാണിക്കുകയും ചെയ്യും. മനസ്സിലായോ? അത്യാഗ്രഹിയുമാണ്, പിശുക്കനുമാണ്. അയാൾ ആരെയും സഹായിക്കുന്നവനും അല്ല. സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യത്തോടെ ജീവിക്കുന്ന അയാളെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സമ്പന്നനാണെങ്കിലും സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യത്തോടെ ജീവിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കി അങ്ങനെ ജീവിക്കും. അയാൾ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാട്ടുകാർക്ക് മുമ്പിൽ പരിഹാസ കഥാപാത്രമായിരുന്നു കാസിം. നാട്ടുകാർക്ക് മുമ്പിൽ പരിഹാസ കഥാപാത്രമായിരുന്നു. കെയ്റോ നഗരത്തിലെ മുറി വൈദ്യനായിരുന്ന കാസിമിൻ്റെ ജീവിതത്തിൽ ആപത്തുകളുടെ പരമ്പരയാണ് തൻ്റെ പഴയ ചെരുപ്പുകൾ ഉണ്ടാക്കിയത്. കെയ്റോ നഗരത്തിലെ മുറി വൈദ്യനായിരുന്നു കാസിം. കാസിമിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആപത്തുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. എന്തിനാലാ? തൻ്റെ പഴയ ചെരുപ്പിനാൽ. അപ്പോൾ കാസിമിൻ്റെ ജീവിതത്തിൽ ആപത്തുകളുടെ പരമ്പര തുടർച്ച ഒന്നൊന്നൊന്നൊന്ന് ആപത്തുകളുടെ പരമ്പര തന്നെയാണ് പഴയ ചെരുപ്പുകൾ ഉണ്ടാക്കിയത്. അതൊഴിവാക്കാൻ കാസിം പരമാവധി ശ്രമിച്ചു. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നാട്ടുകാരും സഹായത്തിനായി എത്തിയില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ നാട്ടുകാർ സഹായിക്കാൻ വന്നോ? ഇല്ല. അപ്പോൾ നാട്ടുകാരും സഹായത്തിനെത്തിയില്ല. പിശുക്കനും അത്യാഗ്രഹിയുമായ അയാളെ കൊണ്ട് ഒരു പ്രയോജനവും ആർക്കുമില്ലായിരുന്നു. പിശുക്കനും അത്യാഗ്രഹിയുമായ അയാളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കാസിമിൻ്റെ പതനത്തിൽ മറ്റെല്ലാവരും സന്തോഷിച്ചത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സഹതപിക്കാനും ആശ്വസിപ്പിക്കാനും തയ്യാറാവാതെ സ്വന്തം പൊങ്ങച്ചങ്ങളുമായി നടക്കുന്നവരെ സമൂഹം അംഗീകരിക്കുകയില്ല എന്നാണ് കാസിമിൻ്റെ സ്വഭാവത്തിലൂടെ വ്യക്തമാകുന്നത്. എങ്ങനെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് നോക്കിയേ. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സഹതപിക്കാനും ആശ്വസിപ്പിക്കാനും തയ്യാറാവാതെ സ്വന്തം പൊങ്ങച്ചങ്ങളുമായി നടക്കുന്നവരെ സമൂഹം അംഗീകരിക്കുകയില്ല എന്നാണ് കാസിമിൻ്റെ സ്വഭാവത്തിലൂടെ അറബിക്കഥ എന്ന കഥയിൽ വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ എഴുതാനായിട്ട് അറിയാലോ. കാസിമിനെ കുറിച്ച് കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എഴുതുമല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ വായിച്ചിരുന്നോ? വിശകലനക്കുറിപ്പ്. കൃഷിമാഷ് ഒരു നല്ല അധ്യാപകനായിരുന്നോ? ആണെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. കൃഷിമാഷ് ഒരു നല്ല അധ്യാപകനായിരുന്നോ? ആണെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. കൃഷിമാഷ് ഒരു നല്ല അധ്യാപകനും കൃഷിക്കാരനുമായിരുന്നു. കൃഷിമാഷ് ഒരു അധ്യാപകൻ മാത്രമാണോ? നല്ലൊരു അധ്യാപകൻ മാത്രമാണോ? അല്ല, കൃഷിക്കാരനുമായിരുന്നു. കൃഷിമാഷ് ഒരു നല്ല അധ്യാപകനും കൃഷിക്കാരനുമായിരുന്നു. സ്കൂളിൽ കുട്ടികളെ കൃഷി പഠിപ്പിക്കാൻ ഒരു നല്ല കൃഷിക്കാരനെ തന്നെയാണ് ഹെഡ് മാസ്റ്ററായ കൊബായാഷി മാസ്റ്റർ കൊണ്ടുവന്നത്. സ്കൂളിൽ കുട്ടികളെ കൃഷി പഠിപ്പിക്കാൻ ഒരു നല്ല കൃഷിക്കാരനെ തന്നെയാണ് ഹെഡ് മാസ്റ്ററായ കൊബായാഷി മാസ്റ്റർ കൊണ്ടുവന്നത്. അതിന് ന്യായമായ കാരണമുണ്ട്. എങ്ങനെയെന്നാൽ, റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ അതുണ്ടാക്കാൻ അറിയാവുന്ന ആളിനെ കഴിയൂ. റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെങ്കിൽ റൊട്ടി ഉണ്ടാക്കുന്ന ആളിന് മാത്രമേ റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ കഴിയൂ അല്ലേ? അപ്പോൾ ന്യായമായ കാരണം എന്താണ്? എങ്ങനെയെന്നാൽ, റൊട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ അതുണ്ടാക്കാൻ അറിയാവുന്ന ആളിനെ കഴിയൂ. അതുപോലെ കൃഷി പഠിപ്പിക്കേണ്ടത് കൃഷി അറിയാവുന്ന കൃഷിക്കാരനാണ്. അതുപോലെ കൃഷി പഠിപ്പിക്കേണ്ടത് ആരാ? കൃഷി അറിയാവുന്ന കൃഷിക്കാരനാണ് കൃഷി പഠിപ്പിക്കേണ്ടത്. അദ്ദേഹം, ഈ കൃഷിക്കാരൻ എന്ത് ചെയ്തു? കൃഷിമാഷ്
നിലമൊരുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു. നിലം കൃഷി ചെയ്യാനായി നിലമൊരുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃഷിമാഷ് കുട്ടികളെ പഠിപ്പിച്ചു. അവർക്ക് പറഞ്ഞു കൊടുത്തത് എല്ലാം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. കൃഷിമാഷ് അവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അല്ലാതെ ബുക്ക് പഠിച്ചിട്ട് പറഞ്ഞതാണോ? അല്ല. അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ കൃഷിമാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചും കാണിച്ചു. പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അദ്ദേഹം എന്തും ചെയ്തു? പ്രവർത്തിച്ചും കാണിച്ചു. അതിനിടയിൽ കീടങ്ങളെയും പക്ഷികളെയും പൂമ്പാറ്റകളെയും കുറിച്ചും പിന്നെ കാലാവസ്ഥ ഭേദങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. ഈ കൃഷിയോടൊപ്പം എന്തൊക്കെ പറഞ്ഞു? നിലമൊരുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. എന്നിട്ടോ കീടങ്ങളെയും പക്ഷികളെയും പൂമ്പാറ്റകളെയും കുറിച്ചും പറഞ്ഞു കൊടുത്തു. പിന്നെ കാലാവസ്ഥ ഭേദങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. കീടങ്ങളും പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ ചെടികളിൽ വന്നിരിക്കാറില്ലേ? കൃഷിയിൽ വന്നിരിക്കാറില്ലേ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാലാവസ്ഥ മാറ്റം അനുസരിച്ച് കൃഷിയിൽ മാറ്റം വരും, അത് പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യങ്ങളും കൃഷിമാഷ് പഠിപ്പിച്ചു. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്: മണ്ണിൽ ഇറങ്ങി കൃഷി ചെയ്യുന്നവനാണ് കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കാൻ യോഗ്യനെന്ന കൊബായാഷി മാസ്റ്ററുടെ കാഴ്ചപ്പാട് തികച്ചും ശരിയാണ്. മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്നവനാണ് കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കാൻ യോഗ്യൻ. കൊബായാഷി മാസ്റ്ററുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്നവനാണ് കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കാൻ യോഗ്യൻ എന്ന കൊബായാഷി മാസ്റ്ററുടെ കാഴ്ചപ്പാട് തികച്ചും ശരിയാണ്. ഓക്കെ. അപ്പോൾ കൃഷിമാഷ് നല്ലൊരു അധ്യാപകനായിരുന്നോ? അതെ, കൃഷിമാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു. വിശദീകരണക്കുറിപ്പ് ചോദ്യം വായിച്ചു നോക്കിയേ. വായിച്ചായിരുന്നോ? എന്തായിരുന്നു ചോദ്യം? പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനതകൾ എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള സെയിം ഒരുപോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുക. പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയെന്ന് വിശദമാക്കുക. പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിൽ ചില സമാനതകളുണ്ട്. പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ. ശൈലികൾക്ക് പ്രത്യക്ഷത്തിൽ അർത്ഥമൊന്നും കാണത്തില്ല, പക്ഷെ അതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒത്തിരി ആശയങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ. പഴഞ്ചൊല്ലുകൾക്കും ഇതേ സവിശേഷതയുണ്ട്. ഉത്തരം അങ്ങനെ എന്താണ് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് പറയത്തില്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ചില ശൈലികൾക്ക് ചെറിയ മാറ്റം വരുത്തിയാൽ പഴഞ്ചൊല്ലുകളായി ഉപയോഗിക്കാം. ചില ശൈലികൾക്ക് ചെറിയ മാറ്റം വരുത്തിയാൽ പഴഞ്ചൊല്ലുകളായി ഉപയോഗിക്കാം. പഴഞ്ചൊല്ലുകൾ പ്രയോഗിക്കുന്നത് പോലെ സംഭാഷണങ്ങളിൽ ശൈലികളും പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ പഴഞ്ചൊല്ല് ഉപയോഗിക്കില്ലേ സംഭാഷണങ്ങളിൽ, അതുപോലെ ശൈലിയും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഴഞ്ചൊല്ലുകൾക്കും ശൈലികൾക്കും തമ്മിൽ ഒത്തിരി സമാനതകളുണ്ട്. പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുപോലെയോ ശൈലികൾക്ക് ചെറിയ മാറ്റം വരുത്തിയാൽ പഴഞ്ചൊല്ലായി. പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ശൈലികളും നമ്മുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലഘുക്കുറിപ്പ്. ലഘുക്കുറിപ്പ്, ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തിനെക്കുറിച്ചാണ് നോക്കാം. അമ്മു ഞാവൽപ്പഴം കണ്ടില്ലേ? കടും വയൽ നിറത്തിൽ, കോട്ടിക്കായുടെ വലുപ്പത്തിൽ. അമ്മു കണ്ടിട്ടുണ്ടാവില്ല. എന്താ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ ഞരമ്പ് പൊന്തിയിട്ട്? എൻ്റെ കയ്യിൽ ഞരമ്പേ ഇല്ല. ഇന്നത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. മുത്തശ്ശിയും മുത്തശ്ശിയുടെ ചെറുമകൾ അമ്മുവും തമ്മിലുള്ള സംഭാഷണമാണ്. ഇത് നമ്മൾ പഠിച്ചതാണ്. പ്രസിദ്ധ കഥാകാരി മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ മുത്തശ്ശിയുടെയും അമ്മുവിൻ്റെയും ചില സംഭാഷണങ്ങളാണിത്. ഈ കഥാഭാഗത്ത് ഭാഷാപരമായ എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്?
ഈ കഥയിൽ അവർ തമ്മിൽ സംഭാഷണം ചെയ്തപ്പോൾ അവരുടെ ഭാഷ അച്ചടി ഭാഷയാണോ? അല്ല, ചില പ്രത്യേകതകളുണ്ടല്ലേ, അതെന്താണെന്ന് എഴുതണം. മാധവിക്കുട്ടിയുടെ മിക്ക കഥകളിലും വള്ളുവനാട്ടിലെ ഗ്രാമ്യ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാധവിക്കുട്ടിയുടെ മിക്ക കഥകളിലും വള്ളുവനാട്ടിലെ ഗ്രാമ്യ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പ്രത്യേകത വേനലിൻ്റെ ഒഴിവ് എന്ന ഈ കഥയിലുമുണ്ട്. ഈ പ്രത്യേകതയോ, ഈ വള്ളുവനാട്ടിലെ ഗ്രാമ്യ ഭാഷ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലും ഉണ്ട്. അപ്പോൾ അതിനെന്താ പറയുക? ഗ്രാമ്യ ഭാഷ. എന്താണ്? ഗ്രാമ്യ ഭാഷ, അച്ചടി ഭാഷ. ഇവിടെ ഗ്രാമ്യ ഭാഷ, ഗ്രാമത്തിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഗ്രാമ്യ ഭാഷ. വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിൽ ഏത് ഗ്രാമത്തിലെ ആളുകൾ സംസാരിക്കുന്നതാണ്? വള്ളുവനാട്ടിലെ ഗ്രാമ്യ ഭാഷയാണ് വേനലിൻ്റെ ഒഴിവെന്ന കഥയിലുള്ളത്. നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ ഒത്തിണങ്ങിയ മുത്തശ്ശി സംസാരിക്കുന്നത് ഗ്രാമീണമായ ഭാഷയിലാണ്. നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ, നാട്ടിൻപുറത്തുള്ള നന്മകളൊക്കെ ഒത്തിണങ്ങിയ മുത്തശ്ശി സംസാരിക്കുന്നത് എന്താ? ഗ്രാമീണമായ ഭാഷ, ഗ്രാമത്തിലെ ഭാഷയെ ഗ്രാമീണമായ ഭാഷയിലാണ്. പട്ടണത്തിൽ ചേക്കേറിയ പേരക്കുട്ടി ഏറെക്കുറെ അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിലും ഗ്രാമ്യ ഭാഷയും ഉപയോഗിക്കുന്നു. പേരക്കുട്ടിയോ എന്ത് ചെയ്യുന്നു? അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിലും ഗ്രാമ്യ ഭാഷയും ഉപയോഗിക്കുന്നുണ്ട്. പൊന്തിയിട്ട്, ഞരമ്പേ ഇല്ല എന്നിങ്ങനെ ഗ്രാമ്യ ഭാഷയിലുമാണ് പേരക്കുട്ടി അമ്മു സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ അവരുടെ ഭാഷയിലും വേഷത്തിലുമൊക്കെ ഗ്രാമീണതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കതിൽ കാണാൻ കഴിയുന്നത് എന്താ? ഗ്രാമീണ ഭാഷ അല്ലെങ്കിൽ ഗ്രാമ്യ ഭാഷ. ഗ്രാമീണതയാണ് ആ ഗ്രാമത്തിലെ ആ ഒരു നന്മയും അവരുടെ ഭാഷയുമാണ് അവരുടെ ഭാഷയിലും വേഷത്തിലുമൊക്കെ നമുക്ക് കാണാനായി കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആ പാഠത്തിൽ, വേനലിൻ്റെ ആ പാഠത്തിലെ അവരുടെ ഭാഷയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് അറിയാലോ. എന്ത് ഭാഷയാണ്? ഗ്രാമ്യ ഭാഷ, ഗ്രാമീണ ഭാഷയാണ്, ഗ്രാമത്തിലെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. ഇത് വള്ളുവനാട്ടിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തെറ്റാതെ എഴുതുമല്ലോ. പ്രസംഗം തയ്യാറാക്കുക. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ് വായന ഒരുവനെ പൂർണ്ണനാക്കുന്നു. ഫ്രാൻസിസ് ബേക്കൺ ഉത്തരണിയിലെ സൂചനകളിൽ നിന്ന് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ലഘുപ്രസംഗം തയ്യാറാക്കുക. കുഞ്ഞുണ്ണി മാഷിനെ എഴുതിയതാണ് വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ ഈ ഒരു വായന ഒരുവനെ പൂർണ്ണനാക്കുന്നു, അങ്ങനെയാണല്ലോ എന്നാണ് കുഞ്ഞുണ്ണി മാഷിൽ പറയുന്നത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ പറയുമ്പോൾ ഫ്രാൻസിസ് ബേക്കൺ ഉത്തരണിയിലെ സൂചനകളിൽ നിന്ന് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ലഘുപ്രസംഗം തയ്യാറാക്കണം, ചെറിയൊരു പ്രസംഗം തയ്യാറാക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടേ? പ്രസംഗത്തിന് ആദ്യം എന്തെഴുതണം? എന്താ എഴുതേണ്ടേ? മാന്യ സദസ്സിന് നമസ്കാരം. എന്താ എഴുതേണ്ടേ? മാന്യ സദസ്സിന് നമസ്കാരം. എങ്ങനെ എഴുതുക? നിങ്ങൾ പറഞ്ഞേ. മാന്യ സദസ്സിന് നമസ്കാരം. ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ നാം മനസ്സിലാക്കി തിരിച്ചറിയേണ്ടതാണ്. അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നേറാനാവുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള അറിവ് നാം കണ്ടും കേട്ടും വായിച്ചും തൊട്ടറിഞ്ഞുമാണല്ലോ മനസ്സിലാക്കുന്നത്. ആധുനിക ലോകത്ത് ഇത്തരം അറിവ് നേടുന്നതിൽ പ്രഥമ സ്ഥാനം വായനയ്ക്കാണ്. അപ്പോൾ ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം അതിനനുസരിച്ച് നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ വായിക്കണം അല്ലേ. ഈ യാഥാർത്ഥ്യം, ജീവിതം മാറുന്നു, ജീവിതം ചിട്ടപ്പെടുത്തണം, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടും കേട്ടും വായിച്ചും തൊട്ടറിഞ്ഞുമാണ്. അങ്ങനെ ആധുനിക ലോകത്ത് ഇത്തരം അറിവ് നേടുന്നതിൽ ഒന്നാം സ്ഥാനം, പ്രഥമ സ്ഥാനം എന്തിനാണ്? വായനയ്ക്കാണ്. ഇന്നാകട്ടെ ഏതു മേഖലയെ സംബന്ധിച്ച വിജ്ഞാനവും നമുക്ക് വാക്കും വരകളും ഉപയോഗിച്ചുള്ള രചനകളിലൂടെ നേടാനും പ്രചരിപ്പിക്കാനും കഴിയും.
ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏത് മേഖലയെക്കുറിച്ചുള്ള വിജ്ഞാനവും നമുക്ക് എന്ത് ചെയ്യാം, വാക്കും വരകളും ഉപയോഗിച്ച് രചനകളിലൂടെ നേടാൻ കഴിയും, പ്രചരിപ്പിക്കാനും കഴിയും. മാത്രമല്ല ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള കരുത്തും ഉന്മേഷവും പകർന്ന് ആത്മവിശ്വാസം നൽകാനും വായനയ്ക്ക് കഴിയുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറികടക്കാനുള്ള കരുത്തും ഉന്മേഷവും പകർന്ന് ആത്മവിശ്വാസം നൽകാൻ വായനയ്ക്ക് കഴിയും. അതുകൊണ്ട് നാം ജീവിതത്തിൽ വായന ഒരു ശീലമാക്കി മാറ്റണം. അങ്ങനെ വായിച്ച് വളർന്ന പ്രശസ്തിയിലേക്ക് ഉയർന്ന നിരവധി മഹാന്മാരുണ്ട്. അത്തരം മഹത് വ്യക്തികളെക്കുറിച്ചും ചരിത്ര അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വന്തം മകൾക്കെഴുതിയ ഒരച്ഛൻ മകൾക്കെഴുതിയ കത്തുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള മഹത്തായ കൃതികൾ വായിച്ചു വളർന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും. ഇത് ഓർമ്മിപ്പിക്കുന്ന കുഞ്ഞുണ്ണി മാഷ് വായിക്കാതെ വളർന്നവരുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടുന്നു. നമുക്ക് വായിച്ചു വളരുവാൻ ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ തന്നെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളുമുണ്ട്. അവ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി വായനയുമായി മുന്നോട്ട് പോയാൽ ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടതുപോലെ ഒരുവനെ പൂർണ്ണനാക്കാൻ വായനയ്ക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണ് വാക്കുകൾ ചുരുക്കിയത്, എങ്ങനെയാണ് അവസാനിപ്പിച്ചത്, എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, നമുക്ക് വായിച്ചു വളരുവാൻ ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ തന്നെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളുമുണ്ട്. അവ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി വായനയുമായി മുന്നോട്ട് പോയാൽ ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടതുപോലെ ഒരുവനെ പൂർണ്ണനാക്കാൻ വായനയ്ക്ക് കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യം മാന്യ സേഴ്സിന് നമസ്കാരം, അവസാനമോ നന്ദി, നമസ്കാരം. മനസ്സിലായല്ലോ? അപ്പം ഇന്ന് നമ്മൾ വീണ്ടും 5 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. അതിലും ടീച്ചർ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു. നല്ലതുപോലെ നിങ്ങൾ എക്സാം എഴുതുക, പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക, ആ ആശയങ്ങൾ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.